ജയിലിൽ നല്ല നടപ്പെന്ന് വ്യാഖ്യാനിച്ച് ശിക്ഷാ ഇളവ് നൽകാൻ തീരുമാനിച്ച കാരണവർ വധക്കേസ് പ്രതി ഷെറിൻ മർദ്ദിച്ച നൈജീരിയ സ്വദേശിയായ തടവുകാരിയെ ജയിൽ മാറ്റി. കണ്ണൂർ വനിതാ ജയിലിൽ നിന്ന് തിരുവനന്തപുരം വനിതാ ജയിലിലേക്കാണ് കെയ്ൻ ജൂലിയെ മാറ്റിയത്. ജൂലിയെ മർദ്ദിച്ചതിന് ഷെറിനെ ഒന്നാം പ്രതിയാക്കി ടൗൺ പോലീസ് ഇന്നലെ കേസെടുത്തിരുന്നു. കണ്ണൂർ വനിതാ ജയിലിലെ തടവുകാരിയുടെ പരാതിയിലാണ് പോലീസ് കേസെടുത്തത്. നല്ല നടപ്പിന്റെ പേരിൽ ഷെറിനെ ഇളവ് നൽകാൻ കഴിഞ്ഞ മാസം മന്ത്രിസഭാ യോഗം തീരുമാനിച്ചത് വിവാദമായിരുന്നു. ഷെറിന്റെ മോചനത്തിൽ ഗവർണർക്ക് ശുപാർശ ചെയ്തിരിക്കുകയാണ്. ജയിൽ ഉപദേശക സമിതിയിൽ നിന്നും നല്ല കുട്ടി ഇമേജ് ലഭിച്ചതിന് പിന്നാലെയാണ് ഷെറിൻ തനി സ്വഭാവം പുറത്തെടുത്തത്. കണ്ണൂർ വനിതാ ജയിലിൽ ഈ മാസം 24-ന് നടന്ന അടിപിടിയിലാണ് കേസെടുത്തിരിക്കുന്നത്. കുടിവെള്ളം എടുക്കാൻ പോയ തടവുകാരിയെ ഷെറിനും മറ്റൊരു തടവുകാരിയും മർദ്ദിച്ചെന്നാണ് കേസ്. വനിതാ ജയിലിലെ F1/24 തടവുകാരി കാനെ സിംബ്ലോ ജൂലിനെയാണ് 24-ന് രാവിലെ 7:45-ന് ഷെറിനും മറ്റൊരു തടവുകാരിയായ ഷബ്നയും ചേർന്ന് മർദ്ദിച്ചത്. സംഭവത്തിൽ തടവുകാരിക്ക് പരിക്കേറ്റിട്ടുണ്ട്. മർദ്ദനമേറ്റ തടവുകാരി വനിതാ ജയിൽ സൂപ്രണ്ടിന് നൽകിയ പരാതി സൂപ്രണ്ട് ടൗൺ പോലീസിന് കൈമാറുകയായിരുന്നു. ശിക്ഷാ ഇളവ് നൽകാൻ തീരുമാനം എടുത്തതിന് പിന്നാലെ ഷെറിനെതിരെ കേസെടുത്തിരിക്കുന്നു. മാനസാന്തരം വന്നെന്നും നല്ല നടപ്പെന്നും വിലയിരുത്തിയായിരുന്നു ജയിൽ ഉപദേശക സമിതിയുടെ തീരുമാനം. എന്നാൽ ഇതിനെതിരെ വ്യാപകമായി പ്രതിഷേധം ഉയർന്നിരുന്നു. ജയിൽ ഉപദേശക സമിതിയുടെ തീരുമാനം തെറ്റാണെന്ന് തെളിയിക്കുന്നതാണ് ഇപ്പോൾ പുറത്തുവന്ന സംഭവം. സഹതടവുകാരുമായും ഉദ്യോഗസ്ഥരുമായും ജയിലിൽ പ്രശ്നമുണ്ടാക്കിയതിനാൽ 4 തവണ ജയിൽ മാറ്റിയ ഷെറിനെ ജയിൽ മോചിതയാക്കാനുള്ള മന്ത്രിസഭാ തീരുമാനം മിന്നൽ വേഗത്തിലായിരുന്നു. 25 വർഷത്തിലധികമായി തടവിലുള്ളവരെ വിട്ടയക്കണമെന്ന് ജയിൽ ഉപദേശക സമിതികളുടെ ശുപാർശകളിൽ തീരുമാനം നീളുമ്പോഴാണ് 14 വർഷം പൂർത്തിയാക്കിയെന്ന കാരണം പറഞ്ഞ് ഷെറിനെ മോചിപ്പിക്കാനുള്ള തീരുമാനം ഉണ്ടായത്. ഷെറിനെ മോചിപ്പിക്കാൻ ഇടപെട്ടത് മന്ത്രി KB ഗണേഷ് കുമാറിന്റെ ഓഫീസാണെന്ന് കോൺഗ്രസ് നേതാവ് ജ്യോതികുമാർ നേരത്തെ ആരോപണം ഉന്നയിച്ചിരുന്നു. ഷെറിനെ ജയിൽ മോചിതയാക്കാനുള്ള ശുപാർശയിൽ രാജ്ഭവൻ ഇതുവരെ തീരുമാനം കൈക്കൊണ്ടിട്ടില്ല. കാരണവർ വധക്കേസിൽ ജീവപര്യന്തം ശിക്ഷിക്കപ്പെട്ട ഷെറിനെ ശിക്ഷാ ഇളവ് ചെയ്ത് വിട്ടയക്കാനുള്ള അപേക്ഷ പരിഗണിച്ച് ജയിൽ ഉപദേശക സമിതി അനുകൂല തീരുമാനമെടുത്തത് ഈ അപേക്ഷയിൽ മാത്രമായിരുന്നു. മാസങ്ങളായി പരോൾ ലഭിക്കില്ലെന്നും പരോൾ അനുവദിക്കണമെന്നും കണ്ണൂർ വനിതാ ജയിലിലെ മറ്റ് 2 തടവുകാർ നൽകിയ അപേക്ഷ ഓഗസ്റ്റ് 8-നു ചേർന്ന ഉപദേശക സമിതി അംഗീകരിച്ചില്ല. ഇവർക്ക് പോലീസ് റിപ്പോർട്ട് എതിരാണെന്ന കാരണമാണ് ചൂണ്ടിക്കാണിച്ചത്. അതേസമയം ഷെറിന്റെ കാര്യത്തിൽ പോലീസ് റിപ്പോർട്ടും സാമൂഹിക നീതി വകുപ്പിന്റെ പ്രൊബേഷൻ റിപ്പോർട്ടും അനുകൂലമായി വന്നു. ജയിലിൽ നല്ല നടപ്പുകാരിയെന്ന് ജയിൽ സൂപ്രണ്ടും റിപ്പോർട്ട് നൽകി. നല്ല നടപ്പുകാരിയെന്ന് ഇപ്പോൾ ജയിൽ വകുപ്പ് അംഗീകരിക്കുന്ന ഷെറിനെ മുൻപ് 2 ജയിലുകളിൽ നിന്ന് മാറ്റിയതും ജീവനക്കാരുടെയും സഹതടവുകാരുടെയും പരാതിയെ തുടർന്നാണ്. പൂജപ്പുര സെൻട്രൽ ജയിലിൽ കഴിയവേ പരാതിയെ തുടർന്ന് ആദ്യം വിയൂരിലേക്ക് മാറ്റി. ഇവിടെ ജോലി ചെയ്യാൻ മടി കാണിച്ചതിന് ജയിൽ ജീവനക്കാരുമായി പ്രശ്നങ്ങളുണ്ടാക്കി. ഇതേ തുടർന്നാണ് കണ്ണൂർ വനിതാ ജയിലിൽ എത്തിച്ചത്. പ്രതികൾ ശിക്ഷിക്കപ്പെട്ടാൽ റിമാൻഡ് കാലാവധിയും ശിക്ഷാ കാലാവധിയായി കണക്കാക്കും. അതനുസരിച്ച് 2009 നവംബറിൽ റിമാൻഡിലായ ഷെറിൻ 2023 നവംബറിൽ 14 വർഷം തികച്ചു. പിന്നീട് ആദ്യം ചേർന്ന ജയിൽ ഉപദേശക സമിതിയിലാണ് ഷെറിന്റെ അപേക്ഷ പരിഗണിച്ചത്.